ഇന്നത്തെ പ്രോസ് ആൻഡ് പോയട്രി ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ദ മാൻ ഇൻ ബ്ലാക്ക് എന്നുള്ള ഒലിവർ ഗോൾഡ് സ്മിത്തിന്റെ എസ്സേ ആണ്. ഓക്കെ, എസ്സേ ആണ്, ഓർക്കുക. ദ മാൻ ഇൻ ബ്ലാക്ക് ബൈ ഒലിവർ ഗോൾഡ് സ്മിത്ത്. അദ്ദേഹം ആരാണെന്ന് ആദ്യം പറയാം അല്ലെ. അദ്ദേഹം ഒരു ആംഗ്ലോ ഐറിഷ് നോവലിസ്റ്റ് ആണ്. ആംഗ്ലോ ഐറിഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലും അയർലൻഡിലും ആയിട്ട് പേരൻസ് അങ്ങനെ ആയിരിക്കാം. അദ്ദേഹം ആ രണ്ട് ലാംഗ്വേജിൽ എഴുതുന്നുണ്ടാവാം. സോ ആംഗ്ലോ ഐറിഷ് നോവലിസ്റ്റ് ആണ്. അതേപോലെ പ്ലേ റൈറ്റ് ആണ്, പോയറ്റ് ആണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക്സ് എന്ന് പറയുന്നത് ദ ഡെസേർട്ടഡ് വില്ലേജ്, അതുപോലെ ദ ഗുഡ് നേച്ചേർഡ് മാൻ തുടങ്ങിയ ഒരുപാട് വർക്കുകളുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഏതാണ്? ദ മാൻ ഇൻ ബ്ലാക്ക്. ഇത് ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം പറയാം. സിറ്റിസൺസ് ഓഫ് ദ വേൾഡ്, സിറ്റിസൺസ് ഓഫ് ദ വേൾഡ് എന്നുള്ള വർക്കിലെ ഒരു എസ്സേ മാത്രമാണ് ദ മാൻ ഇൻ ബ്ലാക്ക്. എന്താണ് ഈ മാൻ ഇൻ ബ്ലാക്ക്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു കറുത്ത മനുഷ്യനോ ഇല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിച്ച ആളായിരിക്കും എന്നായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് അന്നത്തെ കാലത്ത്, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, അതായത് 1760 1760 കാലഘട്ടങ്ങളിലൊക്കെ ഈ പുരുഷന്മാർ പൊതുവെ ഭയങ്കര റൂഡാണ്, ഒട്ടും സ്നേഹവും ഇല്ലാത്ത, വളരെ ധാർഷ്ട്യം കാണിക്കുന്ന ഒരു വിഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അത് കുറഞ്ഞു വരികയാണ്. എന്നാൽ ആണുങ്ങൾ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് ചിന്ത വെക്കുന്നത് അല്ലെ. അവർ കരയാൻ പാടില്ല, അവർ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പാടില്ല അല്ലെ. ആൺകുട്ടികൾ കരയെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് ഇന്നും കാണുന്നത്. സോ അതേപോലെ ഒരു സമൂഹമായിരുന്നു 1760 അവിടെ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് തന്റെ ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്ത് ഒട്ടും ചാരിറ്റി ഒന്നും കാണിക്കാത്ത ഒരു റൂഡായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എത്ര റൂഡായിട്ട് നിന്നാലും അദ്ദേഹത്തിന്റെ ആ സ്വഭാവം പുറത്തു വരുന്നുണ്ട്. ആ ഒരു ഗുഡ് നേച്ചർ ആയിട്ടുള്ള സ്വഭാവം പുറത്തു വരുന്നുണ്ട്. സോ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഉള്ള ഒരു എസ്സെയാണ് ഇത് പറയുന്നത്, ഇതിൽ മൊത്തമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ എസ്സയിലെ പ്രധാന ക്യാരക്ടർ എന്ന് പറയുന്ന ആരാണ്? ദ മാൻ ഇൻ ബ്ലാക്ക് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒലിവർ ഗോൾഡ് സ്മിത്ത് ആയിട്ട് വേണമെങ്കിലും കരുതാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഓതറും അതുപോലെ മെൻ ഇൻ ബ്ലാക്കും നടക്കാൻ ഇറങ്ങാണ്. അങ്ങനെ ഇവർ പല കാര്യങ്ങളും സംസാരിക്കുന്നു. അതിൽ ഓരോ വിഷയങ്ങളായി കടന്നു വരുന്ന വഴിക്ക് ഓരോ ആൾക്കാരെ കാണുന്നു. ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ പെരുമാറ്റത്തിലൂടെ നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്കിനി എസ്സേ വായിക്കാം. Though fond of many acquaintance, I desire an intimacy only with a few. The man in black whom I have often mentioned is one whose friendship I could wish to acquire because he possesses my esteem. His manners, it is true, that tinctured with some strange inconsistencies, and he may be justly termed a humorist in a nation of humorists. Though he is generous, even his profusion, he affects to be thought a prodigy of parsimony and prudence. Though his conversation be replete with the most sordid and selfish maxims, his heart dilated with the most unbounded love. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. നമ്മുടെ ഓതർ പറഞ്ഞു തുടങ്ങാണ്, ഞാൻ പല ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും, അക്വൈറ്റൻസസ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുക എന്നാണ് അർത്ഥം. ഇവിടെ പറയുന്നത് നമ്മുടെ ഓതറിന് പല ആൾക്കാരോട് പരിചയം ഉണ്ടെങ്കിലും വളരെ കുറച്ച് ആൾക്കാരോട് മാത്രമേ കാണിക്കാറുള്ളൂ, വളരെയധികം സ്നേഹം കാണിക്കാറുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ആരാണ്? ദ മാൻ ഇൻ ബ്ലാക്ക്. എപ്പോഴും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം അദ്ദേഹം എൻ്റെ ഒരു പ്രത്യേക ബഹുമാനവും ഇഷ്ടപ്പെട്ടിരുന്നു, ഇല്ലെങ്കിൽ ആ ബഹുമാനം എനിക്ക് അദ്ദേഹത്തോട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ഹിസ് മാനേഴ്സ് വളരെ സത്യമുള്ളതാണ്. മാത്രമല്ല വളരെ സ്ട്രേഞ്ച് ആയിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും. എപ്പോഴും ഒരേപോലെയല്ല അദ്ദേഹത്തിന്റെ സ്വഭാവം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. വളരെയധികം വ്യത്യസ്തങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഹ്യൂമർ, ഹാസ്യം ഉള്ള ഒരു രാജ്യത്തെ ഒരു ഹാസ്യകാരൻ എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹത്തെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഹ്യൂമറിസ്റ്റ് ഇൻ എ നേഷൻ ഓഫ് ഹ്യൂമറിസ്റ്റ്സ്. ഒരുപാട് ഹ്യൂമർ പറയുന്ന ആൾക്കാരുള്ള ഒരു രാജ്യത്ത് ഒരു ഹ്യൂമർ പറയുന്ന ആള് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഓൾറെഡി എസ്സേയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ഇതിൽ പറയുന്നത് ആളുകള് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആളുകളുടെ സ്വഭാവമായിരുന്നു. അപ്പൊ എല്ലാവരും അഭിനയിക്കുന്ന പോലെ ഇദ്ദേഹവും പുറത്ത് അഭിനയിച്ചിരുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ജനറസ് ആയിട്ടുള്ള ക്യാരക്ടർ,
എല്ലാവർക്കും കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ. അതുപോലെ എന്താണ്, അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു പേടി ഉണ്ടായിരുന്നു, തന്റെ ശരിക്കുള്ള മുഖം പുറത്തു വരുമോ എന്നുള്ളത്. പ്രൊഡിജി ഓഫ് പാർസിമണി ആൻഡ് പ്രൂഡൻസ്, ദോ ഹിസ് കോൺവെർസേഷൻ ഇസ് റിപ്ലീറ്റ് വിത്ത് സം സോർഡിഡ് ആൻഡ് സെൽഫിഷ് മാക്സിംസ്. അദ്ദേഹം എത്ര എന്താണ് പലപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അതായത് ദ മാൻ ഇൻ ബ്ലാക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ്, എപ്പോഴും സെൽഫിഷ് ആയിട്ടും മാത്രമല്ല എല്ലാത്തിനോടൊരു എന്താണ് വെറുപ്പ്, താല്പര്യമില്ലായ്മയോടെ സംസാരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം എപ്പോഴും എന്താണ് അൺബൗണ്ടഡ് ലവ്, ഒരു കൺട്രോൾ ഇല്ലാത്ത, എല്ലാവരോടും വളരെയധികം സ്നേഹമുള്ള ഒരു മനസ്സ് നമുക്ക് അതിന്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നതാണ് ഓഥർ പറയുന്നത്. അപ്പൊ ഓഥർ നമുക്ക് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തേരാണ് ആരാണ് ദ മാൻ ഇൻ ബ്ലാക്ക് എന്നുള്ളത്. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. നമ്മുടെ ഓഥറിന് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും വളരെ കുറച്ച് ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കാറുള്ളൂ. അതിലൊരാളാണ് ദ മാൻ ഇൻ ബ്ലാക്ക്. അദ്ദേഹം എന്താണ്, എപ്പോഴും അദ്ദേഹത്തോടൊരു ബഹുമാനം നമ്മുടെ ഓഥറിന് ഉണ്ടായിരുന്നു. മാത്രമല്ല മാൻ ഇൻ ബ്ലാക്കിന്റെ സ്വഭാവം ഒരു കൺസിസ്റ്റന്റ് അല്ല. പിന്നെ പറയുന്നത് എന്താണ്, വളരെ ജനറസ് ആയിട്ടുള്ള വളരെ നല്ലൊരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷെ എപ്പോഴും ആ സ്വഭാവം ഹൈഡ് ചെയ്തുകൊണ്ട് എപ്പോഴും വളരെ എന്താണ് സെൽഫിഷ് ആയിട്ടൊക്കെ സംസാരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം മുഴുവൻ എന്താണ്, അൺബൗണ്ടഡ് ലവ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി സെക്കൻഡ് പാരഗ്രാഫ്, ഐ ഹാവ് നോൺ ഹിം പ്രൊഫെസ് ഹിംസെൽഫ് എ മാൻ ഹേറ്റർ വൈൽ ഹിസ് ചീക്സ് വാസ് ഗ്ലോയിങ് വിത്ത് കമ്പാഷൻ and while his looks were softened into pity, I have heard him use the language of most unbounded ill nature. Some affect community and tenderness, others boast of having the dispositions from nature. But he is the only man I ever knew who seemed ashamed of his natural benevolence. He takes as much as pains to hide his feelings as any hypocrite would to conceal his indifferences. But on every unguarded moment, the mask drops off and reveals him to the most superficial observer. ഈ പാരഗ്രാഫിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, എത്രയൊക്കെ അദ്ദേഹം മനുഷ്യരെ വെറുക്കുന്ന ആളായിട്ട് അവതരിപ്പിച്ചാലും, മാൻ ഹേറ്റർ, അതായത് തന്റെ മുമ്പിൽ കരഞ്ഞു കാണിക്കുന്നവരെയും വിഷമം പറയുന്നവരൊക്കെ എനിക്കിതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴും ആ കണ്ണുകളില്, മാൻ ഇൻ ബ്ലാക്കിന്റെ കണ്ണിൽ നമുക്ക് ആ ഒരു തിളക്കം കാണാൻ പറ്റും. അവരോട് സഹായിക്കാനും ആ സ്നേഹം കാണിക്കാനും ഒക്കെയുള്ള ആ ഒരു ഫീലിങ്സ് നമുക്ക് ആ കണ്ണിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് എത്ര തന്നെ എനിക്കറിയാം അവന് എത്രത്തോളം മനുഷ്യരെ വെറുക്കുന്നതായിട്ട് അഭിനയിച്ചാലും ആ കണ്ണുകളിലും ആ കവിളുകളിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ഗ്ലോ കാണാൻ പറ്റും. എന്തിന്റെ, വിത്ത് കമ്പാഷൻ. മാത്രല്ല ഹിസ് ലുക്സ് വെയർ സോഫ്റ്റ് ടു പിറ്റി. അവന്റെ കണ്ണുകൾ, മാൻ ഇൻ ബ്ലാക്കിന്റെ കണ്ണുകൾ എന്താവും, ദയ കൊണ്ട് കണ്ണുകളൊക്കെ നമുക്കങ്ങനെ തിളങ്ങുന്നതായിട്ടും സോഫൻ ആവുന്നത് കാണാം. റൂഡായി നോക്കുന്ന ഒരാള് വിഷമം കാണുമ്പോ എങ്ങനെയാവും, കണ്ണുകൾ ചെറുതാവും, സോഫൻ ആവും. അതുപോലെ ഇവിടെയും സോഫൻ ആവുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് ഓഥർ നമ്മളോട് പറയുന്നത്. ഐ ഹാവ് ഹേർഡ് ഹിം യൂസ് ദ ലാംഗ്വേജ് ഓഫ് മോസ്റ്റ് അൺബൗണ്ടഡ് ഇൽ നേച്ചർ. അപ്പൊ പലപ്പോഴും ആരാണ് ഇവിടെ, ഞാൻ എന്ന് പറയുന്ന ഓഥറാണ് കേട്ടോ. ഐ ഹാവ് ഹേർഡ് ഹിം ദ യൂസ് ഓഫ് ലാംഗ്വേജ്. ഇവിടെ ഞാൻ പലപ്പോഴും കേട്ടിട്ട് എന്താണ്, ദ മാൻ ഇൻ ബ്ലാക്കിന്റെ അൺബൗണ്ടഡ് ഇൽ നേച്ചർ, എപ്പോഴും എന്താണ് ദയയില്ലാണ്ട് വളരെ ക്രൂരമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ഓഥർ കേൾക്കാറുണ്ട് എന്നാണ് പറയുന്നത്. മാൻ ഇൻ ബ്ലാക്ക് സംസാരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇതെന്താണ് ഇവരൊക്കെ വളരെ മോശം ആൾക്കാരാണ്, ഇവരോടൊന്നും ദയൊന്നും കാണിക്കാൻ പാടില്ല എന്നൊക്കെ സംസാരിക്കുമ്പോഴും സം എഫക്ട് ഹ്യൂമാനിറ്റി ആൻഡ് ടെൻഡർനെസ്, അതേഴ്സ് ബോസ്റ്റ് ഓഫ് ഹാവിംഗ് സച്ച് ഡിസ്പോസിഷൻസ് ഫ്രം നാച്ചർ. But he is the only man I ever knew who seemed ashamed of his natural benevolence. എന്താ ഇവിടെ പറയുന്നതെന്ന് പറയാം. ഇവിടെ പറയുന്നത് ഇത്രയും എല്ലാരും മോശം പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിലൊരു ഹ്യൂമാനിറ്റി, ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനാണ് നമ്മുടെ ദ മാൻ ഇൻ ബ്ലാക്ക്. പക്ഷെ ബാക്കിയുള്ളവർ പറയും എനിക്കത് നാച്ചുറൽ ആയിട്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഈ ഹ്യൂമാനിറ്റി, കൈൻഡ്നെസ്, അതുപോലെ സ്നേഹം എന്നൊക്കെ പറയുന്നത് എനിക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ. ചിലപ്പോൾ അവർ വളരെ ക്രൂരായിട്ടായിരിക്കും പെരുമാറുന്നുണ്ടാവുക. പക്ഷെ അവർ പറയും എനിക്ക് ദൈവമായിട്ട് തന്നെ എനിക്ക് പല കഴിവുകളും തന്നിട്ടുണ്ട്, സ്നേഹം എന്നുള്ള കഴിവ് തന്നിട്ടുണ്ട്, പൊറുക്കുക എന്നുള്ള കഴിവ് തന്നിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക് എന്താണ്, ദ ഓൺലി മാൻ ഹൂ അഷെയിംഡ് ഓഫ് ഹിസ് നാച്ചുറൽ ബെലവൻസ്. നാച്ചുറൽ ആയിട്ട് തന്റെ ഉള്ളിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു ഇതുള്ള മനുഷ്യനാണ് ദ മാൻ ഇൻ ബ്ലാക്ക്. അത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക്. എന്തിനാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു ദയയുള്ള സ്വഭാവം തന്നതെന്ന് പറഞ്ഞിട്ട് വളരെ ലജ്ജ തോന്നുന്ന ഒരു വ്യക്തിയാണ് ആര്, നമ്മുടെ ദ മാൻ ഇൻ ബ്ലാക്ക്.
അടുത്തത് പറയുന്നത്, ഹി ടേക്സ് ആസ് മച്ച് പെയിൻസ് ടു ഹൈഡ് ഹിസ് ഫീലിംഗ്സ് ആൻഡ് എനി ഹിപ്പോക്രൈറ്റ് വുഡ് ടു കൺസീൽ ഹിസ് ഇൻഡിഫറൻസസ്. ബട്ട് ഓൺ എവറി അൺഗാർഡഡ് മൊമെന്റ് ദ മാസ്ക് ഡ്രോപ്സ് ഓഫ് ആൻഡ് റിവീൽസ് ഹിം ടു ദ മോസ്റ്റ് സൂപ്പർഫിഷ്യൽ ഒബ്സർവർ. എന്നിട്ട് പറയാണ്, നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് വളരെ റൂഡായിട്ട്, സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം ഒരാണ്, ഒട്ടും കരയാനോ ഒരു ദയയും കാണിക്കാതെ വളരെ റൂഡായി നിൽക്കണം എന്നാണ് അന്നത്തെ സമൂഹം പറയുന്നത്. അതനുസരിച്ച് നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇമോഷൻസ്, കരച്ചിലൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി, കരയാൻ പാടുണ്ടോ? ഇല്ല. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക് കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് നമ്മുടെ ഓഥർ പറയുന്നത്. മാത്രമല്ല അതെന്ത് ചെയ്യുന്നുണ്ട്, അത് പലപ്പോഴും ആ മാസ്ക് അവിടെ വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ഒരു മുഖംമൂടി ധരിച്ച പോലെയാണ്, ഐ എം റൂഡ് എന്നുള്ള മുഖംമൂടി ധരിച്ച പോലെയാണ് മാൻ ഇൻ ബ്ലാക്ക് നടക്കുന്നത്. അപ്പൊ പല സമയങ്ങളിലും നമുക്ക് ആ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതായിട്ട് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഓഥർ പറയുന്നത്. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്താ പറഞ്ഞേ, നമ്മുടെ ഓഥറിന് പല ആൾക്കാരുമായിട്ട് സൗഹൃദം ഉണ്ടെങ്കിലും ചില ആൾക്കാരോട് മാത്രമാണ് സ്നേഹം തോന്നുന്നത്. അങ്ങനെ തോന്നിയ ഒരാളാണ് ദ മാൻ ഇൻ ബ്ലാക്ക്. അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്, എത്ര റൂഡായിട്ട് പെരുമാറിയാലും ഉള്ളിലെ ആ കൈൻഡ് ഹാർട്ടഡ് പുറത്ത് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് അതിനെ കുറച്ചും കൂടി വിശദീകരിച്ചിട്ടാണ് നമുക്കിവിടെ പറഞ്ഞു തന്നെ, അല്ലെ? എത്ര താനൊരു മനുഷ്യ സ്നേഹി അല്ല എന്ന് പറയുകയാണെങ്കിലും അവിടെ നമുക്ക് അത് പറയുമ്പോഴും തന്റെ കവിളുകളും കണ്ണുകളൊക്കെ തിളങ്ങുന്നതും വേദനിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് ഓഥർ പറഞ്ഞത്. മാത്രമല്ല എപ്പോഴും നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക് സംസാരിക്കുമ്പോൾ എന്താണ്, സ്നേഹമില്ലാതെ വളരെ ദുഷ്ടനെ പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷെ പലപ്പോഴും അതെന്താവാറുണ്ട്, അദ്ദേഹത്തെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി, ആ ഇമോഷൻസ് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല ചിലപ്പോഴത് അഴിഞ്ഞു വീഴാറുമുണ്ട് ആ മുഖംമൂടി. മാത്രമല്ല മറ്റുള്ളവരെല്ലാവരും എന്താണ്, ഞങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് ഒരു കഴിവുണ്ട്, കൈൻഡ്നെസ് അതുപോലെയുള്ള കഴിവുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, തനിക്ക് ഇങ്ങനത്തെ കഴിവുകൾ കിട്ടിയല്ലോ എന്ന് ഓർത്ത് വളരെ വേദനിക്കുന്ന ഒരാളായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇൻ വൺ ഓഫ് അവർ ലേറ്റ് എക്സ്കർഷൻ ഇൻ ടു ദ കൺട്രി, happening to discourse upon the profession that was made the poor in England, he seemed amazed how of his countrymen could be so foolishly weak as to relieve occasional objects of charity, when the laws had made ample provision to their support. In every parish house, says he, the poor are supplied with food, clothes, fire, and bed to lie on. They want no more. I desire no more myself, yet still they seem to be discontented. I am surprised at the inactivity of our magistrates is not them, when they must be at the same time sensible that in some measure encourages idleness and extravagance and imposture. Were I to advise any man for whom I had the least regard, I would caution him by all means to be imposed upon their false pretense. Let me assure you, sir, there are impostors, every one of them, and rather merit a prison than relief. ഈ പാരഗ്രാഫിൽ നമുക്കൊരു ഇൻസിഡന്റ് പറഞ്ഞു തരികയാണ്. അതായത് നമ്മുടെ ഓഥറും അതുപോലെ തന്നെ മാൻ ഇൻ ബ്ലാക്കും കൂടി ഒരു എക്സ്കർഷന് പോവാണ്. അവരിങ്ങനെ പുറത്ത് നടക്കുകയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇംഗ്ലണ്ടിലെ വളരെ ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിക്കാൻ ഇവരിടയായി. ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ സംസാരിക്കില്ല, അതുപോലെ നമ്മുടെ ഓഥറും ഈ മാൻ ഇൻ ബ്ലാക്കും സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ഫൂളിഷ്നെസ് ആണ്. he seemed ashamed how his countrymen could be so foolishly weak to relieve occasional objects of charity when the laws had made such ample provision to their support. അതായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഈ പാവങ്ങളെ സഹായിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഫൂളിഷ്നെസ് അല്ലേ എന്ന് പറയാണ് നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവരെ സഹായിക്കാൻ പോകുന്നത്, അത് വെറും ഫൂളിഷ്നെസ് അല്ലേ എന്ന് നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക് ഓഥറിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇൻ എവറി പാരിഷ് ഹൗസ്, അതായത് ഓരോ വീട്ടിലും, എല്ലാ വീട്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, ക്ലോത്ത് കൊടുക്കുന്നുണ്ട്, ഫയർ വിറക് കൊടുക്കുന്നുണ്ട്, അതുപോലെ ബെഡ്, കിടക്കാനുള്ള ബെഡൊക്കെ കൊടുക്കുന്നുണ്ട്. ദേ വോണ്ട് നോ മോർ. അപ്പൊ ഒരു മനുഷ്യന് ജീവിക്കാൻ ഇത്രയും കാര്യങ്ങൾ പോരെ? ഫുഡ്, വസ്ത്രം, തീ, അതുപോലെ ബെഡ്, ഇത്രയും കാര്യങ്ങൾ പോരെ എന്ന് പറഞ്ഞു പോവാണ്.
ഓരോ വീട്ടിലേക്കും ഗവൺമെന്റ് ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട വീട്ടുകളിലേക്ക്. ഐ ഡിസയർ നോ മോർ മൈസെൽഫ്. അപ്പൊ ഞാൻ ഇതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കില്ല എന്ന് ആര് പറയാണ്? മാൻ ഇൻ ബ്ലാക്ക് പറയാണ്. യെറ്റ് സ്റ്റിൽ ദേ സീം ഡിസ്കണ്ടന്റഡ്. എന്താണ്? എന്നിട്ട് പറയാണ്, എന്നിട്ടും ഇത്രയും കൊടുത്തിട്ടും ഈ പാവപ്പെട്ടവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് തൃപ്തി ആവുന്നില്ല, അവരിപ്പോഴും അതൃപ്തരാണെന്ന് പറയാണ്. ഐ എം സർപ്രൈസ്ഡ് അറ്റ് ദ ഇൻആക്ടിവിറ്റി ഓഫ് അവർ മജിസ്ട്രേറ്റ് ഇൻ നോട്ട് ടേക്കിംഗ് സെറ്റ് vagrants who are only way upon the industrious, and I am surprised that the people are found to relieve them, and they must be at the same time sensible that it some measure encourages idleness, extravagance and imposture. എന്നിട്ട് പറയാണെന്ത്? നമ്മുടെ മജിസ്ട്രേറ്റുകൾ, നമ്മുടെ ലോ ഒക്കെ എന്താണ്? വളരെ ഇന്നാക്റ്റീവ് ആണ്. നമ്മുടെ നിയമം ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇങ്ങനെ ഓരോ ആൾക്കാർക്കും ഫ്രീ ആയിട്ട് ഓരോന്ന് കൊടുക്കുന്ന വഴി ആളുകൾ കൂടുതൽ എന്ത് ചെയ്യാണ്? മടി പിടിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? എന്താണ്? നമ്മുടെ ഗവൺമെന്റ് ഓരോന്നും ഫ്രീ ആയി കൊടുക്കുമ്പോൾ ആൾക്കാരെ കൂടുതൽ മടി പിടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും കൊടുക്കരുതെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക് പറയുന്നത്. മാൻ ഇൻ ബ്ലാക്ക് ഇങ്ങനെ പറയാണ്, വളരെ റൂഡായിട്ട് പറയാണ്. എന്തിനാണ് ഈ പാവങ്ങളെ സഹായിക്കുന്നത്? അത് ഫൂളിഷ്നെസ് അല്ലേ? മാത്രമല്ല അവർക്ക് ഈ ബെഡും ഫുഡും ക്ലോത്തും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ മടിയന്മാരാവുകയല്ലേ? അപ്പൊ അതെങ്ങനെയാ ശരിയാവാ? ഇതൊന്നും സെൻസിബിൾ അല്ല, നമ്മുടെ മജിസ്ട്രേറ്റ് ഒക്കെ ചെയ്യുന്നത് വളരെ തെറ്റാണെന്ന് പറയാണ്. മാത്രമല്ല എന്താണ്? സൊസൈറ്റിക്ക് കൂടുതൽ ബേർഡൻ ആവുകയല്ലേ? ഇപ്പൊ എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ എന്ത് ചെയ്യും? അതുപോലെ വെറുതെ ഇരിക്കാനും പട്ടിണി കിടക്കാനൊക്കെ തുടങ്ങും. അപ്പൊ വീണ്ടും ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇതുപോലെ കൊടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കുന്നതിന് പകരം, ഇത്തരത്തിലുള്ള ഇമ്പോസ്റ്റേഴ്സിനെ സഹായിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? അവരെയൊക്കെ പിടിച്ച് ജയിലിൽ ഇടണം എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. സോ he boasts his own cleverness in detecting imposters. He thinks that they rather merit a prison than relief. അപ്പൊ ആളുകള് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ നമ്മുടെ മാൻ ഇൻ ബ്ലാക്കിന് പ്രത്യേക കഴിവുണ്ടെന്നൊക്കെയാണ് നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക് പറയുന്നത്. ഐ വുഡ് കോഷൻ ഹിം ഇൻ ഓൾ മീൻസ് നോട്ട് ടു ബി ഇമ്പോസ്ഡ് അപ്പോൺ ദെയർ ഫാൾസ് പ്രിറ്റൻസ്. അപ്പൊ ആളുകള് ഇങ്ങനെ എന്താണ്? ഇങ്ങനെ ചോദിച്ചു വരുമ്പോ ഒക്കെ കൊടുക്കുന്നത് വളരെ മോശമാണെന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജയിലിലേക്കാണ് അയക്കേണ്ടത്, അല്ലാണ്ട് നമ്മൾ സഹായിക്കാനല്ല പോകേണ്ടതെന്ന് പറയാണ്. സോ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പിന്നെയും പോവാണ്. അടുത്തത് നമുക്ക് വായിക്കാം. ഹി വാസ് പ്രൊസീഡിങ് ഹിസ് ഇൻ ദിസ് ട്രെയിൻ ഏർണസ്റ്റ്ലി to dissuade me from the imprudence of the I am seldom guilty when an old man who still had about him the remnants of a tattered finery implored our compassion. He assured us that he was no common beggar, but forced into the shameful profession to support a dying wife and 5 hungry children, being prepossessed against his falsehood. His story had not the least influence upon me, but it was quite otherwise the man in black. I could see it visibly operate upon his countenance and effectually interpret his harangue. I could easily perceive that heart burned to relieve the 5 starving children, but he seemed ashamed to discover his weakness to me. While he thus hesitated between compassion and pride, I pretended to look another way, and he seized the opportunity of giving a poor petitioner a piece of silver, bidding him at the same time, in order that I should here go work for his bread, and not tease passengers with some pertinent falsehood for the future. ഇവിടെ പറയുന്നത് എന്താണ്? ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കെ അവിടെ ഒരാളെ കാണുകയാണ്, ഒരു ഓൾഡ് മാനെ കാണുകയാണ്, ഒരു ബെഗറാണ്. He was continuing his talk against charity when a beggar approached them. അപ്പൊ എന്താണ്? ചാരിറ്റി ചെയ്യാൻ പാടില്ല, പാവങ്ങളെ സഹായിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും നടന്നു പോകുന്നുള്ളത്. അപ്പൊ ഇവരുടെ സംസാരത്തിന്റെ ഇടക്കാണ് ഒരു ബെഗർ ആ വഴി വരുന്നത്. ബെഗർ തന്റെ കാരണം പറയാണ്, ഞാനൊരു സാധാരണ ബെഗറൊന്നുമല്ല. ഹി അഷോർഡ് ദാറ്റ് ഹി വാസ് നോ കോമൺ ബെഗർ. എല്ലാ ബെഗേഴ്സിനെയും പോലെ ഞാനൊരു ബെഗറൊന്നുമല്ല, വളരെ ഷെയിംഫുൾ ആയിട്ടാണ് ഞാനിപ്പോ ഈ പ്രൊഫഷൻ ചെയ്യുന്നതെന്നൊക്കെ ആ ബെഗർ പറയാണ്. എന്നിട്ട് പറയാണ്, ഞാനിത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ഭാര്യയും 5 കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാവിങ്, ദേ ആർ സ്റ്റാവിങ്. എന്താണ്? എന്റെ ഭാര്യ ഇപ്പം മരിക്കാൻ കിടക്കാണ്, മാത്രമല്ല വളരെ പട്ടിണി കിടക്കാണ് എന്റെ കുട്ടികള്. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ മാൻ ഇൻ ബ്ലാക്കിന് ചെറുതായിട്ട് എന്തായി? തന്റെ ഇമോഷൻസ് പുറത്തു വരാൻ തുടങ്ങി.
മനസ്സിലായല്ലോ? അപ്പൊ നേരത്തെ എന്താണ് പറഞ്ഞത്? പാവങ്ങളെ സഹായിക്കരുത്, അവരെ സഹായിക്കുന്ന ഫൂളിഷ്നെസ് ആണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോ ഒരു ബെഗറെ കാണുന്നു. ബെഗർ പറയാണ്, എനിക്ക് ഈ പ്രൊഫഷൻ ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല ഞാൻ ചെയ്യുന്നത്, ഞാനൊരു സാധാരണ പിച്ചക്കാരനും അല്ല, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, എന്റെ ഭാര്യ മരിക്കാൻ കിടക്കാണ്, മാത്രമല്ല എന്ത് ചെയ്യാണ്, എന്റെ കുട്ടികൾ പട്ടിണിയാണ്, അപ്പോ അങ്ങനെയാണ് ഞാൻ ഈ പിച്ച എടുക്കേണ്ട ഗതികേട് വന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇത് കേട്ടതും നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക് എന്തായി, അലിഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു. എന്ത് ചെയ്തു, അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഓദറിന് മനസ്സിലായി. ഓദർ എന്ത് ചെയ്തു, ഓദറിന് മനസ്സിലായി നമ്മുടെ മാൻ ഇൻ ബ്ലാക്കിന് ഇതെന്തോ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വീക്ക്നെസ്സിനെ തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഓദർ എന്ത് ചെയ്തു, ദ ഫ്രണ്ട് ലുക്ക്ഡ് അനദർ വേ. എന്ത് ചെയ്തു, നമ്മളിപ്പോ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും നോക്കിയിരിക്കില്ലേ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി. അതുപോലെ നമ്മുടെ ഓദറും ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് എവിടെയോ നോക്കി കുറച്ച് അങ്ങോട്ട് നടന്നു. അപ്പൊ എന്ത് ചെയ്തു, ഒരു പീസ് ഓഫ് സിൽവർ, അതായത് ഒരു കോയിനാണ്, സിൽവർ കോയിൻ, നമ്മുടെ 1 രൂപയുടെ കോയിൻ പോലെ തിളങ്ങുന്ന ഒരു കോയിൻ എടുത്തിട്ട് ആർക്ക് കൊടുത്തു, ഈ ബെഗറിന് കൊടുത്തു. എന്നിട്ട് പറയാണ്, ആൾക്കാരെ ഇങ്ങനെ വഴിയിൽ പോകുമ്പോ എന്താ ടീസ് ചെയ്തിട്ട് ഇങ്ങനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പൈസ മേടിക്കാണ്ട് പോയി ജോലി ചെയ്ത് ജീവിക്കുമെന്ന് പറയാണ്. അപ്പൊ എന്തായി, താൻ സഹായിക്കുകയും ചെയ്തു, മാത്രല്ല എന്ത് ചെയ്തു, അയാളെ ഉപദേശിക്കുകയും ചെയ്തു. മനസ്സിലായല്ലോ? കാണുന്നവർക്ക് എന്താ, ഇയാൾ വഴക്കു പറയുന്ന പോലെയാ തോന്നുന്നത്. എന്താണ്, ഗോ ഫോർ ഹിസ് ബ്രെഡ് ആൻഡ് ഡു നോട്ട് ടീസ് പാസഞ്ചേഴ്സ് വിത്ത് സച്ച് പെർട്ടിനന്റ് ഫാൾസ്ഹുഡ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയിൽ ആരെയും ഇങ്ങനെ എന്താണ് വഴിയിൽ നിന്നിട്ട് ഇങ്ങനെ പിച്ച എടുത്ത് ജീവിക്കാണ്ട് വല്ല പണിയെടുത്ത് ജീവിക്കുമെന്ന് പറയുകയും ചെയ്തു. അതിന്റെ കൂടെ ഒരു പൈസയും കൊടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെ ഓദറിന് ഓൾറെഡി ഈ ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്തു, അവിടുന്ന് മാറി നിന്നു. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോവാണ്. As he had fancied himself quite unperceived, he continued as we proceeded to rail against the beggars with as much animosity as before. He threw some episodes of his own amazing prudence and economy. With his profound skill in the discovering impostors, he explained the manner in which he would deal with the beggars, and he is a magistrate. Hinted at enlarging some of the prisons for the reception, and told 2 stories of ladies they were robbed by beggar men. He was beginning a third to the same purpose when the sailor with a wooden leg once more crossed our walks, desiring our pity and blessing our limbs. I was for going without taking any notice, but my friend, looking wistfully upon the poor petitioner, bid me stop, and he would show me that with how much ease he could at time detect an impostor. അപ്പൊ ആദ്യത്തെ ആളെ നമ്മുടെ ആര് സഹായിച്ചു, നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക് സഹായിച്ചു അല്ലെ. ആരാണ് ആദ്യം വന്നത്, ഒരു ബെഗറാണ്. അദ്ദേഹത്തിന്റെ വൈഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഡൈയിങ് വൈഫാണ്, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയാണ്. അതാണ് മരിക്കാൻ കിടക്കുന്ന, തീരെ വയ്യാതെ കിടക്കുന്ന ആളായിരിക്കും. അതുപോലെ 5 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഇവര് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക എന്ത് ചെയ്തു, ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാൻ ഇൻ ബ്ലാക്ക് പറയാണ്, എനിക്ക് ആൾക്കാർ ഇങ്ങനെയുള്ള തട്ടിപ്പുകാരെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ എനിക്ക് ഇങ്ങനെയുള്ള, ഞാനൊരു മജിസ്ട്രേറ്റ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ എന്ത് ചെയ്തു, ഒരു വുഡൻ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മനുഷ്യന്റെ കാല് മുറിച്ചു മാറ്റി കഴിഞ്ഞാല് അവിടെ വേറൊരു കാല് ഫിറ്റ് ചെയ്യും. കാലിന്റെ ഷേപ്പുള്ള ഒരു മരത്തിന്റെയോ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ വെച്ചിട്ട് കാലുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു സംഭവം ചെയ്തു വെക്കും. അതുപോലെ ചെയ്ത ഒരാളെ ഇവരുടെ മുന്നിലൂടെ പാസ്സായി. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കെ അങ്ങനെ കാലുള്ള ഒരാള് പാസ്സായി. അങ്ങനെ പാസ്സായപ്പോ എന്ത് ചെയ്തു, നമ്മുടെ ഓദർ മൈൻഡ് ചെയ്യാണ്ട് നേരെ നടന്നുപോയി. പക്ഷെ നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക് അവിടെ നിന്നിട്ടോ ആ ആളെ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ ഓദറിനോട് പറയാണ്, ഇത് കള്ളനാണോ ഇല്ലെങ്കിൽ തട്ടിപ്പ് കാണിക്കുന്ന ആളാണോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ള രീതിയിൽ എന്താണ്, ഹി ക്യാൻ ഡിറ്റക്ട് ദോസ് ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് നിൽക്കാണ്. അപ്പോ ഇനി എന്താ സംഭവിക്കുന്നത്, നെക്സ്റ്റ് പാരഗ്രാഫിലാണ് പറയുന്നത്. He now therefore assumed a look of importance, and in an angry tone began to examine the sailor, demanding in what engagement he was thus disabled and rendered unfit for service. The sailor replied in a tone as angrily as he that he had been an officer on the board of a private ship of war, and that he had lost his leg abroad in defense those who did nothing at home.
At this reply, all my friend's importance vanished in a moment. He had not single question more to ask. He now only studied what method he relieving should take to relieve him unobserved. He had, however, not easy part to act, as he was obliged to preserve the appearance of ill-natured before me, and yet relieve himself by relieving the sailor, casting therefore the furious look upon the bundles of chips which the fellow carried in a string of his back. At my friend demanded how he sold his matches, but not waiting for a reply, desired and surely torn to have a shilling worth. The sailor seemed at first surprised at his demand, but soon recollecting himself and presenting his whole bundle, "Here, master," says he, "take all my cargo," and a blessing into the bargain. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിങ്ങനെ പറയാണല്ലോ, നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക് എന്താ പറയുന്നത്, എനിക്ക് ഇങ്ങനെയുള്ള കള്ളന്മാരെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ വുഡൻ ലെഗുള്ള, അതായത് മരക്കാല് വെച്ചിട്ടുള്ള ആ സെയിലർ എന്ന് പറഞ്ഞാൽ കപ്പലിൽ ജോലി ചെയ്യുന്ന ആളാണ് സെയിലർ. ഓക്കെ, നാവികൻ. അങ്ങനെ ഒരു നാവികനാണ് വന്നത്. ആ നാവികന് ഇത് കേട്ടപ്പോ ദേഷ്യം വന്നു. എനിക്ക് കള്ളന്മാരെ കണ്ടുപിടിക്കാൻ പറ്റും, പറ്റിക്കുന്ന ആളെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ ദേഷ്യം വന്നു. അങ്ങനെ ദേഷ്യം വന്നിട്ട് ആ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു, ഞാൻ അല്ലാണ്ട് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വന്നതൊന്നുമല്ല, എനിക്ക് ഞാനൊരു ഷിപ്പിലെ തൊഴിലാളിയായിരുന്നു, ഓഫീസറായിരുന്നു. ഒരു യുദ്ധത്തിനിടയിൽ എന്റെ കാല് നഷ്ടപ്പെട്ടു. അബ്രോഡ് വെച്ച്, അതായത് ഏതൊരു ഫോറിൻ കൺട്രിയിൽ വെച്ച് തന്റെ കാല് നഷ്ടപ്പെട്ടു. ഇപ്പൊ എനിക്ക് ജോബൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ മാൻ ഇൻ ബ്ലാക്കിന് സംഭവങ്ങളൊക്കെ മനസ്സിലായി. മാൻ ഇൻ ബ്ലാക്കിന് സഹായിക്കണം എന്നുണ്ട്. ആ കള്ളത്തരം കണ്ടുപിടിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആള് പെട്ടെന്ന് എന്തായി, ആ ഇമ്പോർട്ടൻസ് ഒക്കെ വിട്ടിട്ട് ഈ കാര്യത്തിൽ തന്നെ മുഴുകിപ്പോയി. എങ്ങനെ ഞാൻ ഇയാളെ സഹായിക്കും എന്നുള്ള തിങ്കിങ് നമ്മുടെ മാൻ ഇൻ ബ്ലാക്കിന്റെ മനസ്സിൽ വന്നു. പക്ഷെ എങ്ങനെയാ സഹായിക്കുക എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ ആ ആളെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ സെയിലറിന്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. അതായത് വയ്യാന്ന് വെച്ച് ബെഗറായി നടക്കുന്നായിരുന്നില്ല, സാധനങ്ങൾ വിറ്റ് ജീവിക്കുന്ന ആളായിരുന്നു നമ്മുടെ സെയിലറിന്റെ കയ്യിൽ ചിപ്സ്, അതുപോലെ മാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. മാച്ചസ് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടികൾ, അതുപോലെയുള്ള മാച്ച് ബോക്സ് ഒരുപാടുകൾ ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു, ഇത് കണ്ടപ്പോ നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക് എന്ത് ചെയ്തു, എനിക്ക് ഒരു ഷില്ലിങ്ങിന്, അതായത് നമ്മൾ 1 രൂപ, 100 രൂപ, 1000 രൂപ എന്ന് പറയുന്ന പോലെ ഷില്ലിംഗ് എന്ന് പറയുന്നത് ഒരു പൈസയുടെ ചെറിയ ഫോമാണ്. ഓക്കെ, ഷില്ലിംഗ്, ഇത്ര ഷില്ലിംഗ് കൂടിക്കഴിഞ്ഞാൽ ഇത്ര പൗണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഒരു ഷില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 1000 രൂപയാണെന്ന് കൂട്ടിക്കോളൂ. മാച്ചിന് അത്രയൊന്നും വിലയില്ലല്ലോ. അപ്പൊ ഒരു 1000 രൂപക്കുള്ളത് തരൂന്ന് പറഞ്ഞു. അപ്പോ ഇത് കേട്ടപ്പോ നമ്മുടെ ആ സെയിലർക്ക്, ആ നാവികനാകെ ഷോക്കായിപ്പോയി. ഇത്രയും രൂപക്ക് സാധനം ചോദിക്കുന്നു എന്നുള്ളൊരു തിങ്കിങ് ആയിപ്പോയി. പക്ഷെ എന്താണ് അവിടെ ഉദ്ദേശിച്ചത്, മാൻ ഇൻ ബ്ലാക്കിനെ അവിടെ സഹായിക്കാൻ പറ്റും അല്ലെ, പൈസയും കൊടുക്കാൻ പറ്റും. അത് മാത്രല്ല ആ ആളെ സഹായിക്കുന്ന പോലെയല്ല, സാധനം മേടിച്ചിട്ടാണ് സഹായിക്കുന്നത്. അപ്പൊ അവിടെ ഒരു സഹായം എന്നുള്ള ആ ഒരു തന്റെ ഫീലിങ്സ് പുറത്തു വരില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ആ മാച്ചസ് ഒക്കെ വാങ്ങി, 1 ഷില്ലിങ്ങിന് അത് മൊത്തം വാങ്ങി. അപ്പൊ ഇത് എന്ത് ചെയ്തു, നമ്മുടെ സെയിലറിന് ഒരുപാട് സന്തോഷവും സർപ്രൈസും ഉണ്ടാക്കി. എന്നിട്ട് അവസാനം ആ ആളെന്നെ പറയാണ് സെയിലർ, "ഹിയർ മാസ്റ്റർ," സേസ് ഹി, "ടേക്ക് ഓൾ മൈ കാർഗോ." അതായത് 1 ഷില്ലിങ്ങിന് അത് ഒരുപാട് കുറവാണ്, ഈ സാധനങ്ങൾ മൊത്തം വളരെ കുറവാണ്. ഇപ്പൊ തീപ്പെട്ടിക്ക് എത്ര രൂപയുള്ളൂ, അപ്പോ 1000 രൂപക്ക് തീപ്പെട്ടി, ഒരു 10 തീപ്പെട്ടി വാങ്ങുന്ന പറഞ്ഞാൽ വളരെ കുറച്ചാണല്ലേ. അപ്പൊ എന്റെ എല്ലാ സാധനങ്ങളും നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്, ബാർഗെയിനിങ് ഒന്നുമില്ല, നിങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് സെയിലർ അവിടുന്ന് പോവാണ്. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ മെൻ ഇൻ ബ്ലാക്ക് മുന്നോട്ട് നടക്കാണ്. അപ്പൊ വീണ്ടും ഒരു സംഭവം നടക്കാണ്. "It is impossible to describe with what an air of triumph my friend marched off with a new purchase. He assured me that he was firmly of opinion that fellows must have stolen their goods who could thus afford to sell them with half value. He informed me several different uses which those chips might be applied. He expatiated largely upon the savings that would result from the lighting candles with a match instead of thrusting into a fire. He averred that he would as soon have parted with the tooth as his money to those vagabonds unless the some valuable consideration." അടുത്ത പാരഗ്രാഫും കൂടി വായിക്കട്ടെ, അതും കൂടി കഴിയുമ്പോൾ ഇത് തീർന്നു. "I cannot tell how long the
Panagic upon the fragility, and matches might have continued, had not his attention been called off by another object more distressful than either of the former. A woman in rags, with one child in her arms, another on her back, was attempting to sing ballads with some such mournful voice, it was difficult to determine whether she was singing or crying. A wreck, who in the deepest distress still aimed to good humor, was an object my friend was no means capable of withstanding. His vivacity and discourse with the instantly interrupted. Upon this occasion, his very dissimulation has forsaken him. Even my presence he immediately applied his hands to his pockets in order to leave her, but guess his confusion with him found he had already given away all the money he carried about him to the former objects. The misery painted in the woman's visage was not half strongly expressed the agony in his. He continued to search for some time, but no purpose, till at the length of recollecting himself, with a face infable, good-natured, had no money, putting her hands his shilling worth of matches. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ആൾക്കാർ പലതും മോഷ്ടിച്ചൊക്കെയാണ് വിൽക്കുന്നത്, പക്ഷെ ചില ആൾക്കാരൊക്കെ നല്ല സാധനങ്ങളാണ് വിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക് ആ തീപ്പെട്ടികളൊക്കെ വാങ്ങിയിട്ട് പോകുന്നത്. മാത്രമല്ല ഇത് പോകുന്ന വഴിക്ക് ചിപ്സും കൂടി വാങ്ങിയിരുന്നു. ഈ 1 ഷില്ലിങ്ങിന് മാച്ച് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും കിട്ടിയിരുന്നു. അപ്പോൾ എന്താണ്, ചിപ്സിന്റെ ഉപയോഗവും അതുപോലെ തീപ്പെട്ടിയുടെ ഉപയോഗവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു ലേഡിയെ കാണുകയാണ്, അവിടെ ഒരു വുമണിനെ കാണുകയാണ്. ആ വുമണിന്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്, അതുപോലെ പുറകിലും ഒരു കുട്ടിയുണ്ട്. നിങ്ങൾ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു കുട്ടീനെ പുറകിൽ കെട്ടി വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു കുട്ടി കയ്യിലുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവർ നാടൻ പാട്ട് പാടുകയാണ്. അവരും ഒരു വയ്യാത്ത സ്ത്രീയാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, നാടൻ പാട്ട് പാടിയിട്ട് പൈസ കളക്ട് ചെയ്യുന്ന ആളായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോ വളരെ മോൺഫുൾ വോയിസ് ആണ്, അതായത് വളരെ വിഷാദം, ഉള്ള ഒരു ശബ്ദത്തിലാണ് ഇവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് കേൾക്കാൻ സുഖമുള്ള രീതിയിലൊന്നുമല്ല. മാത്രമല്ല ഈ കുട്ടികളെയും പിടിച്ച് അത് പാടുന്നത് കരച്ചിലാണോ അതോ പാടുകയാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് കേട്ടപ്പോ നമ്മുടെ മാൻ ഇൻ ബ്ലാക്കിന് വല്ലാണ്ട് വേദന ഉണ്ടാക്കി. മാത്രമല്ല അദ്ദേഹം അവിടെ ഒന്ന് നിന്നു. എന്നിട്ടോ കൈയൊക്കെ ഒന്ന് പോക്കറ്റിലിട്ട് നോക്കി, എന്തെങ്കിലും തന്റെ കയ്യിലുണ്ടോ, അവരെ സഹായിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഉണ്ടോ നോക്കി. പക്ഷെ ഓൾറെഡി എന്ത് ചെയ്തിരുന്നു, 2 പേർക്ക് കൊടുത്തിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ തീർന്നിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ നമ്മുടെ മാൻ ഇൻ ബ്ലാക്ക് ഇങ്ങനെ സ്റ്റോപ്പായി പോയി. പെട്ടെന്നൊന്നും ചെയ്യാനില്ലാണ്ട് താൻ എങ്ങനെ സഹായിക്കുന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ കംപ്ലീറ്റ്ലി സ്റ്റക്കായി നിന്നുപോയി. അപ്പോഴാണ് എന്ത് ചെയ്തത്, എന്നിട്ടും കുറെ നേരം സെർച്ച് ചെയ്തു, ഒന്നും കിട്ടിയില്ല. അപ്പൊ കയ്യിലുണ്ടായിരുന്നത് 1 ഷില്ലിംഗ് വർത്ത് മാച്ചസ് ആയിരുന്നു. നേരത്തെ വാങ്ങിയ ആ മാച്ചസ് എന്ത് ചെയ്തു, ആ ലേഡിയുടെ കയ്യിൽ കൊടുത്തു. ഇത്രയാണ് നമ്മുടെ ദ മാൻ ഇൻ ബ്ലാക്ക് എസ്സേ എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്, മാൻ ഇൻ ബ്ലാക്കിന്റെ ക്യാരക്ടർ അല്ലെ, മാൻ ഇൻ ബ്ലാക്കും നമ്മുടെ ഓതർ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ മാൻ ഇൻ ബ്ലാക്കിനെ ഇഷ്ടപ്പെടുന്നു, ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നു. എത്ര തന്നെ റൂഡാണെന്ന് കാണിച്ചാലും ഉള്ളിലെ ആ സ്നേഹമൊക്കെ നമുക്ക് മനസ്സിലാവും ഈ 3 സിറ്റുവേഷനിൽ തന്നെ അല്ലെ. ആദ്യം ഒരു ആളെ കാണുന്നു, തന്റെ ഭാര്യ സുഖമില്ല, കുട്ടികളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പൈസ എടുത്തു കൊടുത്ത് അവരെ സഹായിക്കുന്നു അല്ലെ. എന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കരുതെന്നും കൂടി പറയുന്നുണ്ട്. രണ്ടാമത് വന്നത് ഒരു സെയിലർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാല് എന്ത് ചെയ്തിരുന്നു, ഒരു വാറിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം ഒന്നും ചെയ്യാനില്ലാണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ചിപ്സും മാച്ചസും ഒക്കെ വിൽക്കുന്ന ആളായിരുന്നു. അപ്പൊ 1 ഷില്ലിങ്ങിന് ആ സാധനങ്ങളൊക്കെ വാങ്ങി. മൂന്നാമതൊരു ലേഡിയെ കണ്ടപ്പോൾ അവരുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കാൻ, മാൻ ഇൻ ബ്ലാക്കിന്റെ കയ്യിൽ കൊടുക്കാൻ. അതോടുകൂടി എന്ത് ചെയ്തു, അവിടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ മാച്ചസ്, നേരത്തെ വാങ്ങിയ മാച്ചസ് ഒക്കെ കൊടുത്തിട്ട് അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് പോകുമ്പോഴും അതിന്റെ ഉള്ളിലൊരു നന്മ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് അന്നത്തെ കാലത്തുള്ള ആൾക്കാരുടെ ഒരു സ്വഭാവമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ദ മാൻ ഇൻ ബ്ലാക്ക് എസ്സേ. നന്നായിട്ട് വായിക്കാം, പഠിക്കാം.